പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സാമുദായിക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു തൃശൂരിൽ നിന്നും. സൂരജ്, വിപുലമായ ഒരുക്കങ്ങളും ഒക്കെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി. ഇന്നിപ്പോൾ ആരൊക്കെയുണ്ട് ഈ ഘട്ടത്തിൽ? അവിടെ 2 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയാണ് ഈ മഹിളാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഒരു വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകണം. വിവരങ്ങൾ. പ്രജിൻ, എന്തായാലും പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പറയേണ്ടത് ഈ സമ്മേളനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ്. ഈ അവസാന മിനിറ്റുകളിലും ചർച്ചയാകുന്നത് അത് തന്നെയാണ്. കാരണം രാജ്യത്ത് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ ജാഥയും അതുപോലെ തന്നെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മേളനവും അത് ഇന്ന് തൃശൂരിൽ ആണ് തുടക്കമാവുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് അത്. ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി ആണ് തൃശ്ശൂരിൽ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് അതിനാണ് ഇന്ന് BJP തുടക്കം കുറിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ചുവരെഴുത്തുകളെല്ലാം ആയിട്ട് തൃശ്ശൂർ മണ്ഡലം ആകെ സജീവമായിരുന്നു. കാരണം ഇന്നലെ തൃശ്ശൂരിന്റെ പീച്ചി പ്രദേശങ്ങളിലെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ ചുവരെഴുത്തുകളെല്ലാം വന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന തരത്തിലുള്ള ചുവരെഴുത്തുകളെല്ലാം വന്നു. ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി എന്ന് ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചാരണം അത് BJP പ്രവർത്തകർ നടത്തുന്നതിന് പിന്നാലെയാണ് നേതൃത്വം തന്നെ പ്രധാനമന്ത്രിയെ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ അത്തരം വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത്. അത് പ്രധാനമന്ത്രി മാത്രമല്ല, ഈ വേദിയിൽ V മുരളീധരൻ തുടങ്ങി കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. തൊട്ടു പിന്നാലെ, അതായത് ഈ സമ്മേളനത്തിന് ശേഷമാണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ BJPയുടെ ജാഥകളുണ്ട്. തൊട്ടു പിന്നാലെ മന്ത്രിപ്പടയടക്കം ഈ തൃശ്ശൂരിലും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലും ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വലിയ റോഡ് ഷോയും അതിനുശേഷം ഈ വനിതാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വനിതാ സമ്മേളനം എന്നൊക്കെയാണ്, മഹിളാ സമ്മേളനം എന്നാണ് പറയുന്നെങ്കിൽ പോലും ഇവിടെ നടക്കാൻ പോകുന്ന കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കമായിരിക്കും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും, അതായത് ഈ തേക്കിൻകാട് മൈതാനിയോട് ചേർന്നാണ് ഈ റോഡ് ഷോ നടക്കുക. അതായത് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രധാനമന്ത്രി എത്തും. 2 മണിക്ക് കുട്ടനെല്ലൂർ കോളേജിൽ ഹെലിപാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം അവിടെ നിന്ന് സഞ്ചരിച്ച് ജനറൽ ആശുപത്രിയിൽ എത്തും. ജനറൽ ആശുപത്രിയിൽ BJP പ്രവർത്തകർ ഒരുക്കുന്ന ഒരു ചെറിയ സ്വീകരണം ഉണ്ടാകും. ആ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഈ റോഡിലൂടെയാണ് വരിക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡിന്റെ ഇരുഭാഗവും പ്രത്യേക ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരമായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ മഹിളാ സമ്മേളനം നടക്കുന്ന നായ്ക്കനാലിലെ ഈ വേദിയിലേക്ക് അദ്ദേഹം എത്തുക. അവിടെയും ഈ നിയന്ത്രണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമാണ് ആ വേദിയിലേക്കും പ്രവേശനമുള്ളൂ എന്നാണ് പറയുന്നത്. മറിയക്കുട്ടി അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മിന്നുമണി അടക്കമുള്ള വലിയ ഒരു നിര വനിതകൾ ഇതിനകത്ത് പങ്കെടുക്കും എന്നുള്ള ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമാക്കി മാറ്റാനുള്ള ശ്രമം അത് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ച മതമേലധ്യക്ഷന്മാരുമായി കണ്ടേക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം തൃശൂർ അതിരൂപതയും എല്ലാം ഈ മണിപ്പൂർ വിഷയത്തിലെല്ലാം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരസ്യമായി കൊണ്ട് തന്നെ ഈ അതിരൂപതയുടെ മുഖപത്രമടക്കം BJPയെയും സുരേഷ് ഗോപിയെയും എല്ലാം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ മതമേലധ്യക്ഷന്മാരെ അനുനയിപ്പിക്കുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ അവരെ ഒപ്പം നിർത്തുന്ന നടപടിയിലേക്ക് BJP കടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ വേദിക്ക് സമീപം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു ശ്രമം അത് നേതൃത്വം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.